ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു കോഫി വിത്ത് സ്നേഹ. അപ്പോൾ നമ്മുടെ വയനാട്ടിൽ മരണസംഖ്യ ഓൾമോസ്റ്റ് 276 കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനിയും മരണസംഖ്യ ഉയരാനായിട്ടാണ് സാധ്യതയുള്ളത്. കാരണം ഒരുപാട് ആൾക്കാർ ഇനിയും മണ്ണിനടിയിൽ കുടുങ്ങി കിടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഒരുപാട് ആളുകൾ മിസ്സിംഗ് ആണ്. അപ്പം എന്തായാലും മരണസംഖ്യ ഇനിയും ഉയരാനായിട്ട് തന്നെയാണ് സാധ്യത കൂടുതലുള്ളത്. അതുപോലെ തന്നെ ക്യാമ്പിൽ ഉള്ള ആൾക്കാരാണെങ്കിൽ കൂടെയും അവരും അവിടെ വളരെയേറെ ദുഃഖത്തിലും ദുരിതത്തിലും തന്നെയാണ് ഇരിക്കുന്നത്. കാരണം അവിടെ ക്യാമ്പിലുള്ള എല്ലാ ആളുകളുടെയും ഏതെങ്കിലും ഒരു ഫാമിലി മെമ്പർ നഷ്ടപ്പെട്ടിട്ടുള്ളവർ തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ ഒരു വിഷമവും വേദനയും ഒന്നും കാണാനായിട്ട് പറ്റുന്നില്ല. അത്രയും ഒരു ഭയങ്കര വേദനാജനകമായിട്ടാണ് അവിടെയുള്ളവർ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ന്യൂസും കാര്യങ്ങളൊന്നും കാണാനേ സാധിക്കുന്നില്ല. അത്രയും ഒരു വിഷമം ഉണ്ടാക്കുന്നുണ്ട് അതൊക്കെ കാണുമ്പോഴത്തേക്കും. പിന്നെ നമ്മളൊക്കെ അവരുടെ കൂടെ നിൽക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എത്രമാത്രം അവർക്കൊരു സപ്പോർട്ട് കൊടുക്കാമെന്ന് പറഞ്ഞാലും അവർക്ക് നഷ്ടപ്പെട്ടതിന് പകരമാവാനായിട്ട് അതിനൊന്നും കഴിയില്ലല്ലോ. സോ ഇതൊക്കെ ആണെങ്കിലും ഇത്തരം ദുരന്തത്തിനിടയിൽ നമ്മൾ ഒരുപാട് മനുഷ്യ ദൈവങ്ങളെ കണ്ടിട്ടുണ്ടല്ലേ. നമ്മൾ പ്രളയ സമയത്താണെങ്കിലും അതുപോലെ കേരളം ഫേസ് ചെയ്തിട്ടുള്ള മറ്റ് ദുരന്തങ്ങൾക്കിടയിലും നമ്മൾ ഒരുപാട് തരത്തിലുള്ള മനുഷ്യ ദൈവങ്ങളെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വയനാട് എന്ന് പറയുമ്പോഴത്തേനും മൃഗങ്ങളും മനുഷ്യന്മാരും ഒരുപോലെ കഴിയുന്ന ഒരു പ്ലേസ് ആണല്ലോ. അപ്പം അവിടെ ഒരു ആന വന്നിട്ട് ഒരു ഫാമിലിയെ മൊത്തം പ്രൊട്ടക്ട് ചെയ്ത് നിന്നു എന്നുള്ള ആ ഒരു ന്യൂസ് കേട്ടപ്പോഴത്തേനും ശരിക്കും ഈ ഒരു ദുരന്തത്തിനിടയിൽ ഒരു കുളിർമയുള്ള ഒരു ന്യൂസായിട്ടാണ് ആ ഒരു ന്യൂസ് കേട്ടപ്പോഴത്തേനും എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നിയിട്ടുണ്ടായിരുന്നത്. സാധാരണയായിട്ട് നമ്മൾ വയനാട്ടിൽ നിന്നും എപ്പോഴും കേൾക്കാറുള്ള ന്യൂസ് എന്ന് പറയുന്നത് മൃഗങ്ങൾ അവിടെയുള്ള ആളുകളെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസുകളാണ് നമ്മൾ കൂടുതലും കേൾക്കാറുള്ളത്. ആന കുത്തിക്കൊന്നു എന്നുള്ളതും ആന ചവിട്ടിക്കൊന്നു ഇങ്ങനെയുള്ള ന്യൂസുകളാണ് നമ്മൾ പലപ്പോഴും വയനാട്ടിൽ നിന്ന് കേട്ടിട്ടുണ്ടായിരിക്കുക. അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ആ ഒരു ഫാമിലിയെ ഒരു ആന പ്രൊട്ടക്ട് ചെയ്ത് നിന്നു എന്നുള്ളത് കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ഹാപ്പിനെസ് തരുന്ന ഒരു ന്യൂസ് തന്നെയായിട്ടാണ് ഞാൻ ആ ഒരു ന്യൂസിനെ കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ദുരന്തം നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപേ ആനകൾ കൂട്ടത്തോടെ ഓരോ വീടുകളുടെ അരികിലും വന്നിട്ട് എന്തോ സൂചിപ്പിക്കുന്നത് പോലെ നിൽക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് അവിടെയുള്ള ആളുകൾ പറയുന്നതായി കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരെന്തോ അവർക്ക് ഈ ആനകൾക്കൊക്കെ സെൻസ് ചെയ്യാനുള്ള കഴിവ് കൂടുതലാണെന്നാണല്ലോ നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പൊ അവർക്ക് ഇത് മുന്നേ കൂട്ടി മനസ്സിലായിട്ടുണ്ടാവണം എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത്. അപ്പൊ അവര് വന്നിട്ട് ആളുകളൊക്കെ ഇൻഫോം ചെയ്യുന്ന പോലെ കൂട്ടത്തോടെ ഓരോ വീടുകളുടെ അരികിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്നുള്ള ഒരു ന്യൂസും കൂടെ കാണാനിടയായിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ആദ്യം ആ ഒരു ന്യൂസ് കണ്ടിട്ട് വരാം. ആ സമയം എങ്ങനെയാ ഈ സൗണ്ട് കേട്ടിട്ടാണോ നിങ്ങൾ ഉണർന്നത്? സൗണ്ട് അതിന് മുന്നേ ഞങ്ങൾ ആ ഭാഗത്ത് കൂടെ ആന വന്നിരുന്നു. അപ്പൊ ആന വന്നപ്പം ഞങ്ങളാരും ഉറങ്ങിയിട്ടില്ലായിരുന്നു. പിന്നെ ഒരു 1:30 ആയപ്പോഴാണ് എല്ലാരും ഓടി ഇങ്ങനെ ഉരുള് പൊട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞേ. ആന വന്ന് ഒരു 12:30 ആയപ്പോ ഫുൾ കുറേ ആന ഉണ്ട്. 1-2 ആനയല്ല, കുറേ ആനകൾ വന്നു. പിന്നെ 1:30 ആയപ്പോഴാണ് ഉരുള് പൊട്ടിയത് ഫസ്റ്റത്തെ പൊട്ടല്. പിന്നെ ഒരു 2:30 ആയപ്പോഴാണ് രണ്ടാമത്തെ പൊട്ടിലാണ് എല്ലാരും ഒലിച്ചു പോയത്, വീടും എല്ലാം. വന്നതായിരിക്കും. ഞങ്ങളെ ഭാഗത്തു കൂടെ ഒക്കെ വന്നിട്ടുണ്ട്, എല്ലാ ഭാഗത്തു കൂടെ എത്തിയിട്ടുണ്ട് ആന. നല്ല മഴയാണ്, പിന്നെ അതുമെല്ലാം ശക്തിയായ മഴയുണ്ട്, കറണ്ടും ഇല്ല. എങ്ങോട്ടാണ് ഓടുക, എന്താണ് ചെയ്യാന്നൊന്നും അറിയില്ല. കുട്ടികളൊക്കെ എടുത്തിട്ട് എങ്ങനെയൊക്കെ താഴ്ന്ന് മുകളിൽ കയറി അങ്ങനെ ഓടി രക്ഷപ്പെട്ടതാണ് ഞങ്ങള്. എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല. അപ്പുറം ഇപ്പുറമൊക്കെ വെള്ളവും മരങ്ങളും വന്ന് കടലായിരുന്നു. അതിന്റെ പുറത്ത് ഞാൻ എന്റെ വാർപ്പ് വീണിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് നമ്മളെ അടുപ്പിന്റെ ഇതുണ്ടല്ലോ അതിന്റെ ഉള്ളിൽ കൂടിയിട്ട് ഇഷ്ടിക പിടിച്ച് തട്ടിയപ്പൊരു ഓക്സ് കണ്ടത്. അതിൽ കൂടി പുറത്തേക്ക് ചാടിയിട്ട് പേരക്കുട്ടിയപ്പോഴാ പറഞ്ഞ അമ്മ ഞാനിവിടെ എന്തേന്ന് രക്ഷിക്കണമെന്ന്. കുട്ടീന്റെ ചെറുവിരല് കിട്ടി, അതിനെ പിടിച്ച് വലിച്ചെടുത്തിട്ട് വീണ് കിടക്കുന്ന വാർപ്പിന്റെ മേലെ കയറി. അപ്പൊ 2 നില കെട്ടിടം മറിഞ്ഞു വരികയാണ്. ഇവർക്ക് 2 കൂടി പിടിച്ചിട്ട് ഞങ്ങള് നീന്തി ഈ കുട്ടിനെയും ഒരു വയ്യാത്ത അമ്മനെയും ഒക്കെ പിടിച്ച് കയറ്റി അതിന്റെ മേലേക്ക് പോയി പട്ടത് വലിയൊരു കൊമ്പം കെടുത്ത ആനനോട് പറഞ്ഞു ഞങ്ങള് വലിയ സുഖിക്കുമ്പോ വരുന്നു, നീ ഞങ്ങളെ ഒന്ന് കാണിക്കുമ്പോ വരുന്നു. ആന 2 കണ്ണിന് വെള്ളമില്ല. അതിന്റെ കാലിനോട് നേരെ വെളുക്കുന്നവരൊക്കെ ഞങ്ങള് ദൂരത്തുനിന്നൊക്കെ എല്ലാരും വന്നു. പിന്നെ അവര് ഞങ്ങളൊന്നും എത്തിച്ചത് പറയാൻ വാക്കുകളില്ല. അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തോ നടക്കാനായിട്ട് പോകുന്നുണ്ട് എന്നുള്ളത്. അതുകൊണ്ടായിരിക്കാം അത് ഇൻഫോം ചെയ്യാനായിട്ട് അവർ ഓരോ വീടുകളിൽ വന്നിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ഈ ഒരു ദുരന്തത്തിനിടയിൽ കേട്ട ഒരു മഹത്തായ ഒരു പ്രഖ്യാപനമായിരുന്നു സജിൻ്റെതും ഭാവനയുടേതും. സജിൻ്റെ ഫേസ്ബുക്കിലൂടെയാണ് ഇത് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ചെറിയ കുട്ടികൾക്ക് പാൽ കൊടുക്കാനുണ്ടെങ്കിൽ അറിയിക്കണം, വൈഫ് റെഡിയാണെന്ന് പറഞ്ഞിട്ടുള്ളൊരു പോസ്റ്റായിരുന്നു ഇവർ ഇട്ടിട്ടുണ്ടായിരുന്നത്.
അപ്പം ഇതിലും വലിയൊരു നന്മ ചെയ്യാനില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം പിഞ്ചു കുഞ്ഞുങ്ങളാണല്ലോ, അവർക്ക് വിശക്കുന്നുണ്ടെങ്കിൽ പറയാൻ കൂടെ പറ്റാത്തൊരവസ്ഥയിലാണല്ലോ പിഞ്ചു കുഞ്ഞുങ്ങൾ, മിണ്ടാപ്രാണികളാണെന്ന് പറയേണ്ടിയില്ല. അപ്പോൾ അവർക്ക് വിശക്കുമ്പോൾ ഒരു നേരം പാൽ കൊടുക്കുക എന്ന് പറയുന്നത് അത്രയും വലിയൊരു കാര്യമാണ്. അപ്പം സജിനും വൈഫ് ഭാവനയും മാത്രമല്ല, ഷാനവാസും അസീസ് എന്ന് പറയുന്ന ആ ഒരു ദമ്പതികളും ഇതിന് റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ക്യാമ്പിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും വളരെ മഹത്തരമായിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണ് ഇവരെടുത്തിരിക്കുന്നത്. റിയലി ഹെഡ്സ് ഓഫ് ടു ദെയർ ഡിസിഷൻ. സമൂഹ മാധ്യമങ്ങളിലാകെ വൈറലായിട്ടുള്ള ഒരു കുറിപ്പുണ്ടായിരുന്നു. അതായത് വയനാട്ടിൽ ഏതെങ്കിലും ഒരു കുട്ടിക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ അത് നൽകാൻ ഞാൻ തയ്യാറാണ് എന്നുള്ളത്. അത് സമൂഹ മാധ്യമം ഏറ്റെടുത്തു. അപ്പോൾ ആ കുടുംബം ഇപ്പം 24-നൊപ്പം ചേരുകയാണ്. അവരിപ്പോൾ ഈ വയനാട്ടിലുള്ള ദുരിതാശ്വാസ ക്യാമ്പിലെത്തിയിട്ടുണ്ട്. പേരെങ്ങനെയായിരുന്നു? ഷാനിബ. ഹസ്ബൻഡിന്റെ അസീസ്. ഓക്കെ, എന്താണ് ശരിക്കും ഇപ്പം നിങ്ങളുടെ ഈ പോസ്റ്റ് ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു. ശരിക്കും നിങ്ങൾ ആർക്കായിരുന്നു അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്? അത് ഞാൻ ഇവിടെയുള്ള സംഭവങ്ങൾ, ഇങ്ങനെ നടന്ന സംഭവങ്ങളൊക്കെ വീട്ടിൽ വന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, ഒരുപാട് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ പാൽ കൊടുക്കാൻ എനിക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഇടുകയും അത് ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട് വഴി FB-യിൽ ഇടുകയും പിന്നെ അതങ്ങനെ വൈറലാവുകയും ചെയ്തായിരുന്നു. വെള്ളമുണ്ട. ഇന്നാണോ ഈ സ്ഥലത്തേക്ക് വരുന്നത്? ഇന്നാണ് വരുന്നത്. ഹസ്ബൻഡ് ശരിക്കും എന്താ ചെയ്യുന്നത്? ഞാനിവിടെ DLSAയിൽ പിന്നെ വളണ്ടിയറായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ആ ദുരന്തം ഉണ്ടായ സമയം മുതൽ നമ്മൾ ആ സ്ഥലത്ത് ലൊക്കേഷൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്ന് ആ ദിവസം രാവിലെ വന്ന് ഏകദേശം രാത്രിയായ സമയത്താണ് പോയത്. പല ആളുകളും ക്യാമ്പിലൊക്കെ ആക്കി എല്ലാ സഹായം ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ ഞാനിങ്ങനെ രാത്രി വീട്ടിൽ പോയപ്പോൾ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ വൈഫിന് ഒരു താല്പര്യം തോന്നി. ഇങ്ങനെ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, ഒരുപാട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു ആശയമാണ് കൊടുക്കുക. അപ്പോൾ ഞാനിങ്ങനെ നമ്മളൊരു DLSന്റെ ടാസ്ക് ഫോഴ്സ് എന്നൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ ഒരു സന്നദ്ധ സംഘടന ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിലാണ് ഇട്ടത്. അപ്പോൾ അതിൽ ആരോ ആണ് FB പോസ്റ്റിലേക്ക് ഇട്ടത്. അപ്പോൾ അതാണ് സംഭവം. ഏതായിരുന്നാലും ഒരുപാട് ആളുകൾ വിളിച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ രാവിലെ ഇങ്ങനെ ഇത്തരത്തിൽ മെസ്സേജ് കണ്ടിരുന്നു, പിന്നെ ഇങ്ങനെ ആവശ്യം ഉണ്ടാവും എന്നുള്ള അറിഞ്ഞ്. അപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് ബന്ധപ്പെട്ടപ്പോൾ അവിടെ എയിംസ് ഹോസ്പിറ്റലിൽ ഡെലിവറി കഴിഞ്ഞ ആളുകൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഞങ്ങളുടെ നമ്പറും കാര്യങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ അവരെ അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഭാര്യ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞപ്പോഴേ ആദ്യം എന്താ തോന്നിയത്? നല്ല വലിയൊരു സന്തോഷം തോന്നി. കാരണം ഞാനൊരു പൊതുപ്രവർത്തകനാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ എൻ്റെ ഒപ്പം സപ്പോർട്ട് ചെയ്ത് ഇത്തരത്തിലൊരു കാര്യം സംസാരിച്ചപ്പോൾ വലിയൊരു സന്തോഷവും കാര്യങ്ങളൊക്കെ തോന്നിയിട്ടുണ്ട്. കുട്ടിക്ക് എത്ര വയസ്സ്? 8 മാസമായി. 8 മാസമായിട്ടുള്ളൂ. പേരിട്ടിട്ടുണ്ടോ? പേര് അലീമ എന്ന് വെച്ചിട്ടുണ്ട്, വേറെ ഒന്നും ഇട്ടിട്ടില്ല. ഇല്ല. ശരിക്കും നമ്മളുടെ വീട് എവിടെ? ശരിക്കും ഇവിടെ തന്നെയാണോ? കല്യാണം കഴിച്ചോ? ഞാൻ കല്യാണം കഴിച്ച് വെള്ളമുണ്ടേക്ക് വന്നതാ, അല്ലാതെ മാനന്തവാടി പള്ളിക്കല്ല. ഈ പഠിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ആക്ടിവിറ്റീസുകളൊക്കെ സോഷ്യൽ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നു? ഇല്ലില്ല, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ തോന്നി? കണ്ടപ്പോൾ ഇങ്ങനെ ഒരുപാട് കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടാവല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഉള്ളിലൊരു സങ്കടം വന്നു. എനിക്കും ഉണ്ടല്ലോ ഒരു മനുഷ്യ സ്നേഹത്തിന് സമാനതകളില്ലാത്ത കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ വയനാട്ടിൽ നിന്ന് കാണുന്നത്. യാതൊരു തരത്തിലുള്ള വേർതിരിവില്ലാതെ, ജാതി മത വേർതിരിവുകളില്ലാതെ എല്ലാവരും ഒരുപോലെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.